ഹായ് ഹലോ നമസ്കാരം. എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ജാസി, അതായത് യൂട്യൂബർ ഇൻഫ്ലുവൻസറാണ്, ട്രാൻസ്ജെൻഡറാണ്, ഗേ കപ്പിളായിരുന്ന ജാസി റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക് സംസാരിച്ചിരുന്നു. ജാസി റിലേറ്റഡ് ആയിട്ടല്ല, പുള്ളിയുടെ ഫേക്ക് പ്രഗ്നൻസീനെ റിലേറ്റഡ് ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. കാര്യം കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഒരു വാവ ഉണ്ടായത്. അപ്പം അത് ഗോ ത്രൂ ചെയ്ത പെയിനുകൾ എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള ലേഡീസിൻ്റെ വിഷമങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഒരു 9 മിനിറ്റോളം കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെയിന് 9 മിനിറ്റോളമുള്ള വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മറ്റ് ലേഡീസിൻ്റെ പെയിനുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരാൾ എന്നുള്ള നിലയിൽ ഈ 9 മിനിറ്റോളം സംസാരിച്ചാൽ മതിയാവില്ല ഈ കാര്യത്തെക്കുറിച്ച് എന്നുള്ളത് എനിക്ക് നന്നായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായിട്ട് പ്രഗ്നൻ്റ് ആവാത്ത ലേഡീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ്, പീരീഡ്സ് റെഗുലർ അല്ലാത്ത പ്രശ്നങ്ങൾ, ഹോർമോണൽ പ്രശ്നങ്ങൾ, പിന്നെ PCOD പ്രശ്നങ്ങൾ, PCOD തന്നെ PCOS മറ്റേത് മറിച്ചത് നമുക്ക് ടെക്നിക്കലി പറയാൻ അറിയില്ലെങ്കിൽ പോലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സിസ്റ്റുകൾ, മീൻസ് യൂട്രസിനകത്ത് സിസ്റ്റുകൾ ഉണ്ടാവുക, അങ്ങനെ സ്പേസ് ഇല്ലാതെയാവുക. സിസ്റ്റുകൾ, വലിയ വലിയ സിസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ബേബിക്ക് കിടക്കാനുള്ള സ്പേസ് ഇല്ലാതിരിക്കുക. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും പ്രാർത്ഥന കൊണ്ടോ മെഡിക്കലിൻ്റെ മരുന്നുകളുടെ സപ്പോർട്ടുകൾ കൊണ്ടോ ഇനിയിപ്പം എക്സസൈസ് കാര്യങ്ങൾ ചെയ്തിട്ടോ ഇനിയിപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കൺട്രോൾ ചെയ്ത്, ചില ആളുകൾക്ക് നോൺ വെജുകൾ നല്ല, അതായത് കുറച്ച് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നല്ല താല്പര്യമുള്ള ആളുകളായിരിക്കും. അങ്ങനെ അത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൂട്ടി കൂടുതൽ കഴിച്ച് അങ്ങനെ പല രീതിയിൽ സാക്രിഫൈസ് ചെയ്ത് എന്നിട്ടാണ് നമ്മളൊന്ന് ക്യാരി ആവുന്നത്. അപ്പം എൻ്റെ കേസിൽ തന്നെ പറയാലോ, ഞാൻ ക്യാരി ആയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതൊന്ന് പോസിറ്റീവ് ആയല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് മുതൽ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പം ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റ്, അതായത് ഞാൻ പറഞ്ഞില്ലേ യൂട്രസിനകത്ത് സിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. സിസ്റ്റ് ഉണ്ട്, ബേബി ഉണ്ട്, കൂട്ടത്തിൽ എനിക്ക് ബ്ലഡിൻ്റെ ഒരു ക്ലോട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, കരയുന്നു. ആ സമയത്തുള്ള മാനസികാവസ്ഥ, അതായത് ഹാപ്പി ആയിട്ട്, ഇപ്പം ഇന്ന് ഇതറിഞ്ഞു ഹാപ്പിയായി, പക്ഷേ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഫുൾ അതായത് നമ്മളെടുത്ത ട്രീറ്റ്മെൻറ്റിന് ഫലമില്ലാതെ ആയോ എന്നുള്ള ആ ഒരു വിഷമം. ഈ ബ്ലീഡിങ് വരുന്ന സമയത്ത് മിസ്കാരിങ് ആണോ അല്ലെങ്കിൽ അബോഷനായി പോവുകയാണോ എന്നറിയാത്ത ടെൻഷൻസ്. വേഗം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്കാനിങ് ചെയ്യുമ്പോഴാണ് ബേബി ഉണ്ട്, കുഴപ്പമില്ലാന്ന്. പക്ഷേ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, ബ്ലഡിൻ്റെ വലിയൊരു ഒരു 2 രൂപേൻ്റെ വലുപ്പത്തിലുള്ള ഒരു ബ്ലഡിൻ്റെ കട്ട അതിനകത്തുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയുകയും പിന്നെ എന്നോട് ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറഞ്ഞു, കുഞ്ഞിനാണ്, അതായത് യൂട്രസ് കുഞ്ഞാണ് കൈ കടത്തുന്നതെങ്കിൽ, ഡോക്ടറിൻ്റെ കുറേ സംസാര ശൈലികളുണ്ടല്ലോ, നിങ്ങളുടെ ബേബിയാണ് യൂട്രസ് കൈ കടത്തുന്നതെങ്കിൽ ബേബിക്കാണ് സ്പേസ് ഉണ്ടാവുക, ബേബിയാണ് അതിനകത്ത് ഫിക്സ് ആവുക. ഇനിയിപ്പം ആ ബ്ലഡിൻ്റെ ക്ലോട്ടിനാണ് യൂട്രസ് ആവശ്യം, അല്ലെങ്കിൽ അവരാണ് ഇതിനകത്ത് സ്പ്രെഡ് ആവുന്നത്, വലിപ്പം വെക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനുള്ള സ്പേസ് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ നിറഞ്ഞ ഒരു, അതായത് നമ്മൾ ഈ 4 വർഷം കൊണ്ട് അനുഭവിച്ച കാര്യം ഒരു 2 മാസം കൊണ്ട്, അതായത് ഈ ആദ്യം കുഞ്ഞില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കണം, തടി കൂടുതലാണ്, തടി കുറയ്ക്കണം, മെൻസസ് റെഗുലർ ആക്കണം എന്നുള്ള പെയിൻ മാത്രമായിരുന്നുള്ളത്. അത് കഴിഞ്ഞ് ഇത് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നുള്ള ടെൻഷൻസ്, അത് ഞാനിപ്പം ഇത്ര ലാഘവത്തോടെ പറയുന്നെങ്കിൽ പോലും ഞാൻ ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മാർച്ച് 28-ാം തീയതി രാത്രി ഒരു 8:30 ആയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അതായത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ പ്രൊസീജിയറാണ്. നമ്മളുടെ ഹിസ്റ്ററി ചോദിക്കും, ആദ്യം അബോഷനായിട്ടുണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂറോളം ഒരു സിസ്റ്റർ വന്നിട്ട് എന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു. ഓ അമ്മ ഇവിടെ ഉണ്ട്, വരൂ, അമ്മ വരൂ. മോള് ഉണർന്നു. അപ്പം ഇനി മോളെ വെച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, മിണ്ടാതിരിക്കും, നല്ലപോലെ ഇരിക്കുന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇത് ഗംഗയാണിപ്പോൾ, നാഗവല്ലി എപ്പോഴാണ് മാറുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. സോ അങ്ങനെ നമ്മളൊരു 8 മണി 8:30 ആയപ്പം ഹോസ്പിറ്റലിലെത്തിയ ഞാൻ, ഓരോ ഡോക്ടേഴ്സ് വന്നിട്ടും ഓരോ പ്രാവശ്യം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒക്കെ എനിക്കിങ്ങനെ പറയണമെന്നുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ബേബി ഉണ്ട് എന്നൊന്ന് ഉറപ്പ് തന്നിട്ട് ബാക്കി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. പക്ഷേ ഇവരുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആദ്യത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഞാൻ കഴിക്കുന്ന ഗുളികകളുടെ കാര്യങ്ങളും എല്ലാം അവർക്ക് അറിയണം. എന്നാണ് ലാസ്റ്റ് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എടുത്തത്, അങ്ങനെ എല്ലാം ചോദിച്ചതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സിസ്റ്റർ അടുത്ത് കരഞ്ഞ് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഈ നമ്മൾ സ്കാൻ ചെയ്യണമെങ്കിൽ കുറേ വെള്ളം കുടിക്കുക, അങ്ങനത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറേ വെള്ളമൊക്കെ കുടിച്ചു. സിസ്റ്ററെ എനിക്കിപ്പം അതായത് അതായത് മൂത്രം ഒഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആണ് സ്കാനിങ് എടുക്കുക എന്നൊക്കെ നമുക്ക് സ്കാനിങ്ങിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയണ്ടാവും. അപ്പോൾ ഞാനില്ലാതെ, അതായത് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് സ്കാനിങ് കൊണ്ടുപോകും. അങ്ങനെ ഒരു 10:30 10:45 ഞാൻ കരയുന്നത് കണ്ടിട്ട് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ സ്ക്രീന് കാണും,
എൻ്റെ കുഞ്ഞു വിരലും കാലും കൈയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അതായത് ഇപ്പം ഓക്കെ ആയല്ലോ, കുഞ്ഞ് അവിടെ ഉണ്ട്, ബ്ലീഡിങ് മാത്രമാണെന്ന് മനസ്സിലായല്ലോ, അമ്മ പറയട്ടെ, മനസ്സിലായല്ലോ, ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. മീൻസ് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അപ്പം ഇത്രയൊക്കെ ഇതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിലും വലിയ വലിയ ബുദ്ധിമുട്ടുകളും വലിയ വലിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് എത്ര നിസ്സാരമായിട്ടാണ് ആ ഒരു പുള്ളി ഇതിനെപ്പറ്റി സംസാരിക്കുകയും യൂട്യൂബിൻ്റെ അകത്ത് ഘോരം പ്രസംഗിക്കുകയും. അപ്പം എൻ്റെ ഒരു അനുഭവം അങ്ങനെ. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പുള്ളിക്കാരിൻ്റെ പേര് ഞാൻ പ്രിൻസി നെറ്റനാണ്. പുള്ളിക്കാരിക്ക് എനിക്കിങ്ങനെ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുള്ളിക്ക് IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. ആ സമയത്ത് റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് 2 സൈഗോട്ടിനെയാണ്, 2 സ്പേമും 2 എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയാൻ അറിയില്ല, സോറി. എന്തായാലും 2 ബേബീസിനാണ് യൂട്രസിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിൻ്റെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഒരാൾ വലുതാവുന്നുണ്ട്, മറ്റേ വലുതാവുന്നില്ല. അപ്പം എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അടങ്ങിയ ഒരു പ്രോസസ്സാണ് ഇത്, അതായത് പ്രഗ്നൻസി എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന ജാസി ഓരോ വിഷയങ്ങൾ എടുത്തിടുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി എനിക്കറിയില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പറയാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസ് ആരെങ്കിലും വിദഗ്ധരായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മണ്ടത്തരാണ്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കാര്യം ശരിയല്ല, അത് ഞാൻ ഉറപ്പില്ലാത്ത കാര്യം പറയാണ്, അത് ടെക്നിക്കലി അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ തെറ്റ് വിളിച്ച് പറയാൻ പാടില്ല. നമ്മൾ 1-2 ആളുകൾ കാണുകയാണ്, നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുക, ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മയും മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഈ സാധനം പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ, ഇതിനെപ്പറ്റി നോളജുള്ള കുറേ ആളുകൾ ഇത് കാണുന്നുണ്ടാവും. അപ്പം ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലെന്താ ഡോക്ടേഴ്സ് ഇതിനെ പ്രതികരിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ, അതായത് ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് അനുഭവമുള്ള ആളുകൾ, ലേഡീസ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് എത്രയോ നിസ്സാരമായിട്ടൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമല്ല ഈ മാതൃത്വം എന്ന് പറയുന്നതൊക്കെ. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായ മാന്യതയും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ വാസ്തവങ്ങൾ കൂടി, അല്ലെങ്കിൽ അത് മറ്റാളുകൾക്ക് മീൻസ് അവരോടും കൂടി ഷെയർ ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതികൾ, ഇതിൻ്റെ ബാക്കിലുള്ള കോംപ്ലിക്കേഷൻസ്, ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ എന്തോ പറയുമല്ലോ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നല്ല കോൺഫിഡൻ്റ് ആണ് എങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാം, അങ്ങനത്തെ കാര്യങ്ങളാണ് എങ്കിൽ മാത്രം ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പെയിനുകളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ട് ഇതുപോലെ അനുഭവിക്കുന്ന അമ്മമാരെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ പെയിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഫെയിം ആവാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഓരോ മണ്ടത്തരം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആവാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെയല്ലാതെ കരഞ്ഞൊതുങ്ങി കൂടുന്ന കുറേ സ്ത്രീകളെയും കൂടി ഒന്ന് മനസ്സിലാക്കുക. സോ എന്ത് മോനെ ചിച്ചിയോ. അപ്പം എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പെയിനാണ് ഞാൻ ഒന്ന് എടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു സോ മച്ച്. ബൈ.